അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുമ്പത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറെ കമന്റ് ഒക്കെ വന്നിരുന്നു. റസാഖ് കാണിച്ചിരുന്നു, ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതില് അന്നത്തെ ദിവസം റസാഖ് ഉറങ്ങിയിട്ടില്ല. അന്ന് രാത്രി ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ഈ കണ്ണ് തുറന്നു നോക്കുമ്പോ എല്ലാം ആ ശവകുടീരത്തിന്റെ ഓർമ്മയായിരുന്നു മനസ്സിൽ. നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അന്ന് രാത്രിയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതല്ല കാരണം നമ്മളെ ഒരു ഫ്രണ്ട് നമ്മളൊന്ന് പേടിപ്പിച്ചും ചെയ്തിരുന്നു. അങ്ങനെ ശ്മശാനത്തിലൊക്കെ പോയാൽ അവിടുന്ന് എന്തൊക്കെ ബാധകൊക്കെ കൂടാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഉറക്കിട്ടാത്തത്. ഞങ്ങളൊക്കെ സുഖമായിട്ട് ഉറങ്ങി. അത് വേറെ പ്രശ്നം. ഏതായാലും കാണാത്തവരൊക്കെ കണ്ടിട്ട് കമന്റ് ഇടണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനും കേട്ടിട്ടുള്ളൂ ഇവരുടെ ശവ ഇങ്ങനെ സംസ്കാരത്തിനെ കുറിച്ചൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കുന്നിൽ പോകുന്നതും അത് കാണുന്നതൊക്കെ ഞാനും ആദ്യമായിട്ടായിരുന്നു. ഇവിടെ ഓഫീസിലൊക്കെ എല്ലാവരും പറയും ഇങ്ങനെ ഒരു ദിവസം ഉണ്ട്, എല്ലാവരും അവിടെ പോകും. നമ്മുടെ ഈ ആണ്ടുബലി എന്ന് പറയൂലേ, അതേപോലെയുള്ള ഒരു ദിവസം ഇവരിക്കും വർഷത്തിലുണ്ട്. അതെ, വർഷത്തില് അവര് പിന്നെ പോയിട്ട് അവിടെ ഉള്ള പുല്ലൊക്കെ വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും എന്താണ് ആൽക്കഹോളൊക്കെ അവർക്ക് അവിടെ വെച്ച് പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കാണണം എന്തായാലും ആ വീഡിയോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചൈനയിലെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണ്, മറ്റേ സംസ്കരിക്കണം, മരിച്ചു കഴിഞ്ഞാലുള്ള ചടങ്ങുകളെല്ലാം എങ്ങനെയാണ്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുള്ള പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും അറിയാനും എല്ലാത്തിനും ആ ഒരു വീഡിയോയിലൂടെ സാധിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും ആ വീഡിയോ കാണുക. പിന്നെ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് പോകുന്നത് നമ്മുടെ ഈ ഏരിയയിലുള്ള ഐക്യയിലേക്കാണ്. ഇവിടെ ഹാങ്സോ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഐക്കിയ ഷോപ്പിംഗ് മോള്. വേൾഡിൽ എല്ലായിടത്തും ഉണ്ട്. ചൈനയിലെ ഐക്കിയന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. ഐക്കിയന്റെ ഉള്ളിൽ ഉള്ള സാധനങ്ങളൊക്കെ. ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ കാണാം നമുക്ക് അവിടുന്ന്. അങ്ങനെ ജസ്റ്റ് ഐക്യന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഷോപ്പിംഗ് മോൾ ആയതുകൊണ്ട് തന്നെ മാസ്ക് ഇല്ലാതെ ഉള്ളിൽ കയറ്റി വിടുന്നില്ല. മാസ്ക് നിർബന്ധമാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതൊരു ഡൈനിങ് ഹാൾ സെറ്റപ്പ് അവർ ഡിസ്പ്ലേക്ക് വെച്ചതാണ്. ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിൾ ഉണ്ട്. സൈഡിൽ TV സ്റ്റാൻഡ്, ഷെൽഫ് അതൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അടുത്തത് ബെഡ് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് സോഫ സെറ്റുകളാണ്. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി സോഫ സെറ്റുകൾ. ഒരുപാട് വെറൈറ്റി സോഫകൾ ഇവിടെ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാന്. ഇത് നല്ല PUവിന്റെ സോഫയാണ് കേട്ടോ. ഇത് അറൗണ്ട് 9,999 ഇന്ത്യൻ്റെ എബൌട്ട് 1 lakh rupees ആണ് ഇതിന്. നല്ല രസമുണ്ട്. നല്ല അടിപൊളി സോഫ. പിന്നെ നല്ല ക്വാളിറ്റിയാണ് ഇത്. എനിക്കൊന്ന് ലെതറാന്ന് തോന്നുന്നു, ഒറിജിനൽ ലെതർ. ആദ്യം വന്നത് 3ാമത്തെ ഫ്ലോറിലാണ്.
മൂന്നാമത്തെ ഫ്ലോറിൽ എനിക്ക് ലിവിങ് റൂം, പിന്നെ കിച്ചൺ, അതുപോലെയുള്ള എല്ലാ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ വെറൈറ്റി ഓഫ് ചെയേഴ്സ്, അടിപൊളി നല്ല രസമുള്ള ചെയറുകൾ കാണാൻ പറ്റും. പല തരത്തിലുള്ള ചെയറുകളുണ്ട്, അടിപൊളിയാണ്. എല്ലാം ചെറിയ പൈസയേ ഉള്ളൂ, 299, 199 ഇന്ത്യൻ്റെ 2000-3000 റുപ്പീസിൽ ഉള്ള ചെയറുകളാണ് ഇതൊക്കെ. ലിവിംഗ് റൂം അങ്ങനെ തന്നെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്, അടിപൊളിയാണ് കാണാന്. TV സ്റ്റാൻഡിന് ഈ വോളിന് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഷെൽഫുകൾ, നടുവിൽ TV, പിന്നെ സൈഡിൽ ഷെൽഫൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. പിന്നെ സൈഡിലായിട്ട് ഒരു കബോർഡ്, സോഫ, ലിവിംഗ് റൂം സെറ്റപ്പ്. ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിലെത്തി. ഡൈനിങ് ടേബിളിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട് ഇവിടെ. ഒരുപാട് മോഡൽസ് ഉണ്ട്, പക്ഷെ എല്ലാം ചെറിയതാണ്, ചെറിയ ചെറിയ ടേബിളുകളാണ്. ഇവിടെ ഫുൾ കിച്ചൺ സ്റ്റുഡിയോസ് ആണ്. കിച്ചൺ ചെറിയ പോർഷനിൽ തന്നെ നല്ല എന്ത് രസമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അടിപൊളിയാണ്. ചെറിയൊരു പ്ലേസേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ചോയ്സ് ഒരുപാട് മോഡലുണ്ട്. ഇത് നോക്കൂ, ഇത് ചെറിയൊരു പോർഷൻ കിച്ചൺ ആണ്, പക്ഷെ ഇതിന്റെ ഉള്ളില് ഇല്ലാത്ത സാധനങ്ങളില്ല, എല്ലാം ഉണ്ട്. സ്റ്റൗ നോക്കും, സ്റ്റൗ ഒരു ചെറിയ പോർഷനില്, പിന്നെ ഷെൽഫുകളുണ്ട്, വാഷ് ബേസിൻ ഉണ്ട്, അടിയിലും ഫുള്ള് ഷെൽഫുകളായിട്ട്. പിന്നെ മേലെ എല്ലാം ഇതൊക്കെ ഭരണിയൊക്കെ വെക്കാനുള്ള സൗകര്യം, കപ്പുകൾ വെക്കാനുള്ള സൗകര്യം, പിന്നെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വെക്കാനുള്ള ഷെൽഫ് അതിൻ്റെ സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ വലിയ ഡബ്ബകൾ വെക്കാനുള്ള ഷെൽഫ്, കച്ചറ ഇടാനുള്ള ഡസ്റ്റ്ബിൻ ഡോറിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് വെക്കാനുള്ള റോ, പാത്രങ്ങൾ വെക്കാനുള്ള റോ, അതിൽ ചെറിയ മസാലപ്പൊടികളെല്ലാം വെക്കാനുള്ള ചെറിയൊരു പോർഷനാണ്, പക്ഷെ എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ കൊള്ളിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് കിച്ചൺ ഇവിടെ ഡിസ്പ്ലേക്ക് അവർ വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു കിച്ചണാണ്.
നല്ല രസമുണ്ട്, അടിപൊളി. ഈ ഒരു ഏരിയയിൽ അവര് ഒരു ചെറിയ വീട് വിത്ത് 1 ബെഡ്റൂം ഫുൾ പോർഷൻ, ഒരു വീടിന്റെ ഫുൾ പോർഷൻ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ കയറി പോകുന്നത് ആ വീട്ടിന്റെ കിച്ചണിലേക്കാണ്. ഇത് കിച്ചണിന്റെ സൈഡിലായിട്ട് തന്നെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് വെക്കാൻ വേണ്ടി വാഷ് ചെയ്ത് ഉണക്കാനിട്ട പോർഷനാണിത്. അടിയിൽ വാഷിംഗ് മെഷീൻ, പിന്നെ ഇത് റെഫ്രിജറേറ്റർ, ഇത് കിച്ചൺ പോർഷൻ. ചെറിയൊരു ഏരിയ ആണ് കിച്ചൺ. സ്റ്റൗ, വാഷ് ബേസിൻ, പ്ലേറ്റ് വെക്കാനുള്ള ഏരിയ എല്ലാം ഉണ്ട്. മേലെ ഷെൽഫുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലിവിങ് റൂം ഏരിയ. ചെറിയൊരു പോർഷനാണ്, പക്ഷെ അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിവിങ് റൂം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഷെൽഫാണ് ഒരു ഏരിയ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ സൈഡിൽ ഷെൽഫ്, വാർഡ്രോബ് ഉണ്ട്, ഡ്രസ്സെല്ലാം തൂക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ലൈറ്റ്. ആ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് വാഷ്റൂം. ക്ലോസറ്റും എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഷ് ഏരിയ. ചെറിയൊരു ഏരിയ ആണ്, പക്ഷെ ഒരു വീട് പോലെ തന്നെ അവര് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഈ സെക്ഷൻ മൊത്തം കിച്ചൺ ഐറ്റംസ് ആണ്, കിച്ചൺ യൂട്ടൻസിൽസ് ആണ്. കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഹൈറ്റ് മേലോട്ട് പൊക്കി വെക്കാം, താഴോട്ടും വെക്കാം. ജസ്റ്റ് ബട്ടൺ ഉണ്ട് ഇവിടെ. ഹൈറ്റിന് ഓപ്ഷൻസ് ഉണ്ട്, 1 2 3 4 M എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴോട്ട് ഒരു 1ൻ്റെ ഒരു ഏകദേശം ഹൈറ്റ് ഉണ്ട്, അത്ര ദൂരത്തിൽ താഴെ വരും. ഇവിടെ എല്ലാം ഓഫീസുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. കമ്പ്യൂട്ടർ, ടേബിളുകൾ, ചെയർ, അങ്ങനത്തെ ഒക്കെയാണ്. ഷെൽഫ്. പിന്നെയും ബെഡ്റൂംസ് ഡിസ്പ്ലേ വന്ന്. കുട്ടികൾക്കെല്ലാം കിടക്കാൻ പറ്റിയ ബെഡ് വിത്ത് ഷെൽഫ്. പിന്നെ ഡബിൾ ഡെക്ക് ബെഡ് ഉണ്ട്. പിന്നെ ഫുള്ള് ബെഡിന്റെ സെക്ഷനാണിത്. അടിപൊളി. അങ്ങനെ പോയി നമ്മൾ വാർഡ്രോബിന്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ
ചെറിയ കുട്ടികൾക്കുള്ള സെറ്റിങ്സ് ആണ് ഇതൊക്കെ. ചെറിയൊരു സ്റ്റഡി ടേബിള്, അവരുടെ ബെഡ്, കിടക്കാനുള്ള ബെഡ്, ഡബിൾ ഡെക്കാണ്. സൈഡിലൊരു ഷെൽഫുണ്ട്. ഫുള്ള് കുട്ടികൾക്കുള്ള ഏരിയ ആണ്. കളറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടെഡി ബിയേഴ്സ്, ടോയ്സ്, ബെഡ്. കുട്ടികളുടെ ബെഡ് ഒരുപാടുണ്ട് ഇവിടെ. ഇതും സൂപ്പറാണ് ഈ ബെഡ്. അടിയിൽ കുറേ ഷെൽഫുണ്ട്. അടിയിൽ സ്റ്റഡി ടേബിളും ചെയറും ഉണ്ട്. പിന്നെ മേലെ ബെഡാണ്. താഴെ ഫ്ലോറിലോട്ടൊക്കെ ഇറങ്ങാണ്. താഴെ ഫുൾ എന്താ പറയാ, ഇത് തന്നെ പാത്രങ്ങളും ഇതൊക്കെയാണ്. പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. പാത്രങ്ങളുടെ ഒരു കലവറ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ താഴത്തെ ഫ്ലോറിൽ. ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് പോവാം. ഇത് അടിപൊളിയാണല്ലോ. നല്ല ഒരേ ഒരു സെറ്റ് എടുക്കാൻ നല്ല രസമായിരിക്കും. നല്ല കളർ പ്യൂർ വൈറ്റ് സിമ്പിൾ ആയിരിക്കും അല്ലേ. നേരെ രസമാക്കി എടുക്കുന്നത്. കാരണം എല്ലാ സെറ്റും നല്ല റൂമിൽ ഇപ്പൊ ആകെ 2 പ്ലേറ്റ് ചോറാകുന്ന പ്ലേറ്റ് ആകുന്നത്. അല്ലല്ല, വൈഫ് അല്ല, ഇന്ത്യയിലേക്ക് പറഞ്ഞ നാട്ടിലേക്ക് എടുത്ത് പോയെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ വലിയ പ്ലേറ്റ് 6 എടുക്കാൻ പോവാം. വലിയ പ്ലേറ്റുണ്ട്, സാസര എല്ലാം ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. നല്ല കറി വയ്ക്കുന്നത് വലിയ പാത്രം. നമുക്ക് നമ്മളുടെ തോരനും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റൂല. ചെറിയ സൂപ്പ് പോലെ എന്തെങ്കിലും എടുക്കാം. ഇതിന് 390. 390 എന്ന് പറഞ്ഞാൽ നാട്ടിലെ 39 ഉറുപ്പിയുള്ളൂ കേട്ടോ. ഇത്രയും ചീപ്പില് കിട്ടുമെന്ന് എനിക്കറിയില്ല. സെറാമിക് അല്ലേ അത്? സെറാമിക് അല്ല, സെറാമിക്കാ പൊട്ടുന്നേ. അല്ല, ഈ പൈസക്ക് ഭയങ്കര ഇതാണത്. 6 പ്ലേറ്റിന് എത്ര? 6 4 24. 240 ഉറുപ്പിയുള്ളൂ ഇന്ത്യൻ്റെ. 1 2 3 4 5 6 പ്ലേറ്റ് എടുത്ത് കേട്ടോ. ഇതിനാണോ വേണോ? നിങ്ങൾക്ക് ഇത് വേണം, പ്ലേറ്റ് വേണം? 6 ഓക്കെ. പിന്നെ ഒരു ഇത് കൊടുക്കാം, കറി വയ്ക്കുന്നല്ല. ജഗ്ഗല്ല കേട്ടോ, കോഫി മേക്കറാണ്. ഇവിടെ ഉണ്ട് ഇതിൻ്റെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ.
ഒറിജിനൽ സ്കിന്നാണെന്ന് തോന്നുന്നു. ഒറിജിനൽ സ്കിന്നാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രൈസ് എത്രയാണ്? പ്രൈസ് 1999, 20,000 rupees ഇന്ത്യൻ്റെ. എനിക്ക് തോന്നുന്ന കാളേന്റെ എരുമേന്റെ തോന്നുന്നു. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതെ. കാരണം അതേ ഷേപ്പിൽ കണ്ട അവർ കട്ട് ചെയ്ത് വെച്ച ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ബ്രൗൺ ഉണ്ട്, വേറെ കളറുണ്ട്, ലൈറ്റ് ബ്രൗൺ. ഇതെല്ലാം ഫ്ലോർ മാറ്റ് ആണ് കേട്ടോ. സംഭവം നിലത്ത് ഇങ്ങനെ ഇടുന്നതല്ല. നല്ല സുഖമുണ്ട് കേട്ടോ. ഇതിന് ചെറുതാണ് കേട്ടോ. നമ്മളിപ്പോ ലൈറ്റിന്റെ ഏരിയയിലെത്തി. അടിപൊളി പെയിന്റിങ്ങുകളുണ്ട് ഇവിടെ. ഡെക്കറേഷൻ ഫ്ലവേഴ്സ് നല്ല അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ക്യാഷ് കൗണ്ടറിന്റെ അടുത്ത് ഉള്ള ഒരു ഏരിയ ആണിത്. ഈ കാണുന്നതൊക്കെ എന്തെങ്കിലും ചെറിയ ഡാമേജ് ഉള്ള ഐറ്റംസ് ആയിരിക്കും. അപ്പൊ നമുക്ക് 50% ഡിസ്കൗണ്ടിൽ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ സോഫയ്ക്ക് തന്നെ ഒറിജിനൽ പ്രൈസ് 3,799. അപ്പൊ അതവര് 1,999 നമുക്ക് കിട്ടും. നാട്ടില് 20,000 റുപ്പീസിന് 47% ഡിസ്കൗണ്ട് ഈ സോഫ. അതുപോലെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇത് സോഫ, പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. കൂടുതലും സോഫയുള്ളത്. ചെയർ, പിന്നെ ഇതുപോലത്തെ ചെറിയ ഷെൽഫുകളുണ്ട്. ടേബിള് ഒറിജിനൽ പ്രൈസ് 2,299 ആണ്. അതിന് 61% അവർ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. 899 റുപ്പീസിന് തരും ഈ ടേബിള്. നാട്ടിൽ 9,000 റുപ്പീസായി കേട്ടോ.
ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ചെറിയ ഡാമേജ് ഉള്ള ഐറ്റംസ് ആണ് ഈ കാണുന്നതെല്ലാം. പക്ഷെ ഇതെല്ലാം നമുക്ക് ചെറിയ പൈസക്ക് വാങ്ങിക്കാൻ കിട്ടും ഇവിടെ. നല്ല ഓൾമോസ്റ്റ് 50% ഡിസ്കൗണ്ടിന് അവർ തരും ഇതൊക്കെ. ഈ കാണുന്നതൊക്കെ ഡാമേജ് ഉള്ള ഐറ്റംസ് ആണ് ഡിസ്കൗണ്ടഡ് പ്രൈസിന്. ഇത് ക്യാഷ് കൗണ്ടറിന്റെ അരിയത്ത് തന്നെ ഉള്ളത് ഒരു ഏരിയ ആണ്. നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മളാന്ന് തോന്നുന്നു ലാസ്റ്റ് കസ്റ്റമർ. ഫുൾ കാലിയാണ് കേട്ടോ കൗണ്ടറൊക്കെ. ഓൾറെഡി ആൾക്കാർ കുറവാണ് ഇവിടെ. ഈ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു, അല്ലെങ്കിൽ നല്ല തിരക്കായിരുന്നു ഇവിടെ. ഇവിടെ 5-ാം തീയതി മുതൽ, ഈ ഫെബ്രുവരി 5-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ട് ഇവിടെ. 20% ഡിസ്കൗണ്ട് ഉണ്ട്. രാത്രി 9 മണിയായി. ഇപ്പോൾ ഇവിടെ 9 മണി വരെയാണ് തുറക്കുന്നത്. ഓൾറെഡി 9 മണിയായി. നമ്മൾ ഓൾറെഡി പേ ചെയ്ത് പുറത്തോട്ട് വന്നു. എന്നിട്ട് 1 രൂപയുടെ ഐസ്ക്രീം വാങ്ങി അത് കഴിക്കുന്നുണ്ട്. അത് ഈ ചങ്ങായിക്ക് ഒരു പറ്റി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ദാഹിച്ചപ്പോ വെള്ളം കിട്ടിയില്ല. അപ്പൊ പറഞ്ഞാ നാരങ്ങ പുറത്ത് ഇങ്ങനെ ബോർഡ് ഉണ്ട് കേട്ടോ. ലെമൺ ജ്യൂസ് ഫോട്ടോ കാണുന്നുണ്ടോ? 12 റുപ്യ. നോക്കുമ്പോൾ ലെമൺ ജ്യൂസ് അല്ല, അതൊരു ലെമൺ ടീ ആണ്. എന്നാലും കുഴപ്പമില്ല, ഹോട്ട് ടീ, ലെമൺ ടീ. അപ്പോൾ ഐക്കിയ എനിക്ക് തോന്നുന്നു നാട്ടിൽ കേരളത്തിൽ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടണം. പിന്നെ നമുക്ക് വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഐക്കിയൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ വാങ്ങണ്ട പോയിട്ട് നമുക്കിപ്പോ ഒരു കിച്ചൺ എങ്ങനെ വേണം, സ്ട്രക്ചർ എങ്ങനെ വേണം, അതെല്ലാം നമുക്കൊരു ഐഡിയ കിട്ടും. കാരണം പല മോഡല്, പല മെറ്റീരിയൽ വെച്ചിട്ട് പല മോഡൽ ചെയ്തേക്കണം. ബാത്റൂംസ്, കിച്ചണ്, ബെഡ്റൂം, പിന്നെ ഓഫീസ് റൂം, പിന്നെ കിഡ്സ് റൂം, അങ്ങനെ എല്ലാ ഏരിയയും ഒരു വീടായിട്ട് തന്നെ അവർ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു വീട് പോലെ ആയിട്ട് ബാത്റൂം, ബെഡ്റൂം, കിച്ചൺ, ഹോള് എല്ലാം ഒരുമിച്ച് ഉള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കുന്നവർ ആദ്യം ഇതൊക്കെ പോയി കണ്ടാൽ നമുക്ക് കുറെ ഐഡിയകൾ കിട്ടും. നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് നമ്മളെ വീട് നമുക്ക് ഇത് ചെയ്യാം. ഇന്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഐക്കിയയിൽ പോയി കഴിഞ്ഞാൽ നല്ല ഐഡിയ കിട്ടും എങ്ങനെ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ ഉണ്ടോയെന്ന് അറിയില്ല, വേറെ സ്റ്റേറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദുബായിലുണ്ട്. എനിവേ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്തവർ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാ കമന്റും നമ്മുടെ സംസാരത്തിലാണെങ്കിലും ശരി, നമ്മൾ കാണിച്ചതിലാണെങ്കിലും എന്തെങ്കിലും ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. രണ്ടും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നോക്കി ഞങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഡിസ്ലൈക്ക് ചെയ്യണ്ട, ലൈക്ക് ചെയ്താൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസ്ലൈക്ക് ചെയ്യണ്ട. നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഒന്നും കൂടി നന്നാക്കാമെന്ന് ടീച്ചർമാരൊക്കെ പറയല്ലോ, ഒന്നുകൂടി നന്നാവട്ടെ അങ്ങനെ പറയില്ലേ, അതേമാതിരി എന്തെങ്കിലുമൊക്കെ നമ്മൾ അതെ അതാണ് വേണ്ടത്. പിന്നെ ഇപ്പൊ ഹോളിഡേ ആയതുകൊണ്ട് ഇടക്കിടക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്. പിന്നെ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ തിരക്കാകുമ്പോൾ എഡിറ്റിങ്ങിനൊക്കെ കുറെ സമയം വേണം, പിന്നെ അത് ആലോചിക്കാനും കുറെ സമയം വേണം. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ നീണ്ടുപോകുന്നത്. ഇപ്പോഴേ വീഡിയോ നീണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓക്കെ. എനിവേ സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സീ യു. അസ്സലാമു അലൈക്കും. ബൈ. ബൈ.